വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ പാരന്റ്സ് ഒക്കെ വന്നിരിക്കുകയാണല്ലോ. അപ്പൊ നമ്മൾ വിചാരിച്ചു അവരെ കൊണ്ടുവന്ന് ഫാമിലൊക്കെ പോവാം, പിന്നെ ഇന്നൊരു ബാർബിക്യൂ ഒക്കെ സെറ്റ് ചെയ്യാം എന്നുള്ളത്. അപ്പൊ ഞാൻ അതൊരു ഡേ ഇൻ മൈ ലൈഫ് എന്നുള്ള രീതിയിൽ വിത്ത് പാരന്റ്സ് എന്നുള്ള രീതിയിൽ ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ എല്ലാവരും ഫാമിലേക്ക് പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ്. മുത്തുണ്ണിക്ക് ഇന്ന് വർക്ക് ഉണ്ട്, അത് കാരണം കൊണ്ട് അവൻ വരുന്നില്ല. ഞങ്ങൾ 3 പേരും കൂടിയാണ് പോകുന്നത്. ഇവർക്ക് എന്റെ ഒപ്പം വരാനായിട്ട് നല്ല പേടിയുണ്ട് തോന്നുന്നു. കാരണം മുത്തുണ്ണി ഓൾറെഡി അവരെ പറഞ്ഞ് പേടിപ്പിച്ചു, എനിക്ക് ഇവിടുത്തെ വഴികളൊന്നും അറിയില്ല എന്നുള്ളത്. പക്ഷെ നമ്മുടെ ഗൂഗിൾ മാപ്പ് ഇട്ടില്ല, നമുക്ക് അതിട്ടിട്ട് പോവാം. അപ്പൊ നമ്മളെല്ലാവരും ഫാമിലിക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടാണ് നിൽക്കുന്നത്. ഞങ്ങൾ സൈക്കിളിലാണ് പോകുന്നത് കേട്ടോ. ഇവിടുന്ന് ഏകദേശം ഒരു 3 കിലോമീറ്റർ ആണെന്ന് തോന്നുന്നു എനിക്ക് അങ്ങോട്ട് പോവാനായിട്ടുള്ള ദൂരം. അപ്പൊ നമുക്ക് പതുക്കെ അങ്ങ് പോയാലോ, എന്നിട്ട് നമ്മൾക്ക് ഇവരെ കൊണ്ടുപോയി ഫാമൊക്കെ കാണിക്കാല്ലേ. എൻ്റെ ഒരു എന്താ പറയാ, എൻ്റെ ഒരു ഡെസ്റ്റിനേഷനാണ്, ടൂർ ഡെസ്റ്റിനേഷനാണ് ഇവരെ ഫാം കാണിക്കുക എന്നുള്ളത് കേട്ടോ. അപ്പൊ ഞാനിങ്ങനെ ഇവര് വരുന്നേക്കാളും മുമ്പ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഓരോ ദിവസം നമുക്ക് എവിടേക്ക് കൊണ്ടുപോകണം, എന്തൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെ. അപ്പൊ അതിലെ ഇന്നലെ ആയിരുന്നു ശരിക്കും ഫാമിലേക്ക് പോകേണ്ട, പക്ഷെ ഇന്നലെ ക്ലോസ്ഡ് ആയിരുന്നു. അപ്പൊ ഞാനത് ഇന്നത്തേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്കിന്ന് ഫാമിൽ പോവാം ഗൈസ്. നിങ്ങൾ ഈ പുല്ലും പുൽപ്പായൊക്കെ കണ്ടോ? ഇതെന്താ സംഭവം എന്ന് അറിയാം നിങ്ങൾക്ക്? പിന്നിക്കൂടെ വരുമ്പോ എല്ലാ വാതിലും ഒരേപോലെ ഇരിക്കും. അപ്പൊ ഇവര് സൈക്കിളും കൊണ്ട് രാവിലെ തന്നെ കറങ്ങാനായിട്ട് പോകും. തിരിച്ചു വരുമ്പോ അവർക്ക് മനസ്സിലാവണ്ടേ ഏതാ ഡോർ എന്നുള്ളത്. അതിന് അടയാളം വെച്ചിരിക്കുന്നതാണ് കേട്ടോ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇറങ്ങിക്കോ, സൈക്കിളെടുത്ത് ഇറങ്ങിക്കോ, പോട്ടെ പോട്ടെ. പിന്നത്തെ ഡോറിലൊക്കെ പപ്പ ഓക്കെ. അപ്പൊ ഇത് പപ്പയുടെയും അതെന്റെ സൈക്കിളാണ്. ഞാൻ കാണിച്ചു തരാം, പുറത്തേക്ക് ഇറങ്ങട്ടെ. ചവിട്ടി കയറി വരുന്നുണ്ട് കേട്ടോ. കുറച്ച് മലയാണ് ആ വരുന്നത്, എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ ചവിട്ടുന്നുണ്ട് കേട്ടോ. മമ്മി ഇവിടെ വന്നപ്പോൾ കുറച്ച് തപ്പും തടലൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ കറക്റ്റായിട്ട് പോകുന്നുണ്ട്. ഇങ്ങട് ഈ പാലത്തുമ്മ കൂടെയാണ് നമുക്കിനി പോകേണ്ടത്. വരുന്നുണ്ട്, കയറി വരുന്നുണ്ട് എൻ്റെ മോനെ. ടെസ്റ്റ് പാസ്റ്റ്. ഇനി ഷാൻഡത്തേക്ക് കൊണ്ടുപോവാം. നേരെ പൊക്കോ. ഇങ്ങനെ പോവാണ്ട്, പോട്ടെ. ഈ സൈക്കിൾ എങ്ങനെയുണ്ട്? ഓക്കെ ആണോ? അങ്ങനെ നമ്മൾ ഫാം എത്തിയിട്ടാ. അങ്ങനെ സക്സസ്ഫുള്ളി ഞങ്ങൾ ഇവിടം വരെ എത്തിയിട്ടുണ്ട്. ഇവിടെ ആൾക്കാരുണ്ട്, അത് കാരണം കൊണ്ടാണ് കേട്ടോ. ഞാൻ ഒച്ച കുറച്ച് പറയടെ. എന്തായി രാജാക്കന്മാരെ, എന്തായി? ഓ, അങ്ങനെ നമ്മൾ ഫാമിൽ പോയിതാ അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ അടിയിൽ ചിക്കൻ, ബീഫ് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. എങ്ങനെയുണ്ട് ഞങ്ങളെ ഫാം? എങ്ങനെയുണ്ട്? നിങ്ങൾ വിചാരിച്ച പോലത്തെ ഒരു ഫാമാണോ ഈ ഫാം? പറയ്, എന്തേലും പറയ്, മിണ്ടാണ്ട്. നമ്മുടെ നാട്ടില് മാർക്കറ്റും ഫാമൊക്കെയാണ് സൂപ്പർ മാർക്കറ്റ് പോലെ ഉണ്ടല്ലേ. പപ്പയ്ക്ക് ഇത് നല്ല ലോഡുണ്ട് ആ സാധനം. മുട്ടയും മുകളിൽ വെച്ചിട്ടുണ്ട്. പപ്പയുടെ ദൗത്യം എന്ന് പറയുന്നത് ഇത് പൊട്ടാതെ അവിടെ എത്തിക്കുക എന്നുള്ളതാണ്. ഞാൻ അവിടെ എത്തിയിട്ട് ഇനി ബാക്കി വിശേഷങ്ങൾ പറയാം. ഇവിടെ കണ്ടോ ഒരു ഷാർക്ക് ടൂത്ത് കണ്ടോ? ഇവിടെ ഷാർക്ക് ടൂത്ത് കണ്ടോ? ഞാൻ നമ്മൾ നോക്കിയിട്ട് വേണം പോവാൻ കേട്ടോ. പോട്ടെ. നെതർലാൻഡ്സ് എത്തിയിട്ട് ഇവർ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് ഈ സൈക്കിൾ യാത്രകൾ തന്നെയാണ് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കേട്ടോ. രാവിലെ എഴുന്നേക്കും 2 റൈഡേഴ്സും കൂടി സൈക്കിളും കൊണ്ട് ഒറ്റ പോക്കാണ്. പിന്നെ നമ്മൾ പോകാത്ത വഴിയൊക്കെ കണ്ടുപിടിച്ചു കൊണ്ടുവന്ന് അതിനെ കുറിച്ചിട്ടുള്ള തള്ളലാണ് മെയിൻ ആയിട്ട് നടക്കാറ്. ഇതാ പോരുന്ന വഴിക്ക് നമ്മുടെ മുട്ടൊക്കെ ഓരോന്ന് ഉരുണ്ട് താഴോട്ട് പോകുന്നുണ്ട്. പിന്നെ ഈ ഹാൻഡില് താഴ്ന്നു പോയില്ലേ പപ്പ? അത് ഇനി മുത്തുനോട് ചോദിച്ച് നമുക്കതിന്റെ പിന്നെ ഞങ്ങള് ടൂൾസ് അതിന്റെ ഒപ്പം എടുക്കണം. അതിന് എവിടെയാന്ന് മുത്തുനോട് ചോദിക്കാം ഗായ്സ്. അപ്പൊ നമുക്ക് പതുക്കെ വീട്ടിലോട്ട് പോവാല്ലേ. ഞങ്ങളൊരു ചെറിയ റെസ്റ്റിന് വേണ്ടി ഇറങ്ങിയതാ. ഇവിടത്തെ അമ്മാമ്മമാര് സൈക്കിളോട്ട് മമ്മി നോക്കി നിൽക്കുക പാവം. ഇവർക്കൊക്കെ ഒരു വിചാരമുണ്ട്, ഇവർക്കൊക്കെ വയസ്സായി പോയില്ലോ എന്നുള്ളത്. പക്ഷേ ഇല്ല, എന്നാ വേണ്ട, പോവാ, വെറുതെ തള്ളണ്ട, ഞാൻ പോവാ. അപ്പോൾ ഇനി ഇത്ര വരെ മുട്ട എത്തിച്ചിട്ടുണ്ടെങ്കിൽ 1 കിലോമീറ്റർ കൂടി ഉള്ളത് അവിടെ വീട്ടിലേക്ക് നമ്മൾ എത്തിക്കും. അതാ സാധനങ്ങളുമായി വരുന്ന മമ്മി. മുത്തുണ്ണിക്ക് ചെറിയൊരു കുശുമ്പുണ്ട്. ഞങ്ങളെല്ലാവരും നടക്കുന്നു, മുത്തുണ്ണി മാത്രം വർക്ക് ചെയ്യുന്നു എന്നുള്ളൊരു കുശുമ്പുണ്ട്. പക്ഷെ മുത്തുണ്ണി കുശുമ്പ് കാണിക്കുന്നില്ല. മുത്തുണ്ണി സൈക്കിളിന്റെ ഹാൻഡിലേക്ക് കടന്നിരിക്കുന്നു. മുത്തുണ്ണിക്ക് 5 കുഞ്ഞുങ്ങളാണ്. 5 കുഞ്ഞുങ്ങളിലെ വലിയ കുഞ്ഞാണ് മുത്തുണ്ണി. അതൊന്നും അതിലൊക്കെ ഇതുണ്ടാവും.
അപ്പൊ ഞങ്ങള് തിരിച്ചെത്തി. നമ്മുടെ ഇറച്ചികളെല്ലാം ഞങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾക്കിന്ന് ബാർബിക്ക് ചെയ്യണമല്ലോ. ബീഫ് ഇന്ന് ചെയ്യില്ല കേട്ടോ, ചിക്കൻ മാത്രമായിരിക്കും ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞങ്ങള് ഇനി അടുത്തത് ചെയ്യാൻ പോകുന്നത് എന്താണ് മമ്മി? സ്മൂത്തി ഉണ്ടാക്കാൻ പോവാണ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ബ്ലൂബെറി, ബ്ലാക്ക്ബെറി, സ്ട്രോബെറി, ആപ്പിള്, ബനാന, പിന്നെ എന്തിട്ടായിരുന്നു, മിൽക്ക്, ഓട്സ്, പിന്നെ കുറച്ച് വേ പ്രോട്ടീൻ ഇടും. ഇത്ര സാധനങ്ങളൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ സ്മൂത്തി ഉണ്ടാക്കാറ്. പംകിൻ സീഡ് ഇടാറുണ്ട്, പക്ഷെ നമ്മുടെ പംകിൻ സീഡ് കഴിഞ്ഞു. ഞങ്ങൾ ഇന്നലെ ആൽബർട്ടൈനിൽ പോയിട്ട് തപ്പി, പക്ഷെ എനിക്ക് കിട്ടിയില്ല. അപ്പം ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് മമ്മി സ്മൂത്തി ഉണ്ടാക്കാൻ പോവുകയാണ് ഗൈസ്. ഗൈസ് അങ്ങനെ കുറച്ച് നേരം സിനിമ കണ്ടിരുന്ന പപ്പയും മമ്മിയും ഫുഡ് ഉണ്ടാക്കാൻ പോയി. ഇപ്പൊ മുത്തുണ്ണിയും അമ്മേനെ വിളിച്ചിട്ട് കുശുമ്പ് പറഞ്ഞു കൊടുക്കുകയാണ്. എൻ്റെ മേത്ത് ഞാൻ സ്മൂത്തിയുടെ കുറച്ച് കളഞ്ഞിട്ടുണ്ട്, അത് അമ്മയോട് പറഞ്ഞു കൊടുക്കുകയാണ് എന്നെ ചിത്ത കേൾപ്പിക്കാനായിട്ട്. അപ്പൊ അപ്പന്റെ വെള്ള ഡ്രസ്സ് ശരിയായിട്ടുണ്ട്. അപ്പൊ പിന്നെ എന്റെ വീട്ടിലുള്ള ഡ്രസ്സിന്റെ പ്രശ്നമില്ല. പിന്നെ മമ്മി റൈസ് കുക്കറിൽ റൈസ് വെച്ച് അത് കേടാക്കി ഗൈസ്. അതിപ്പോ ശരിയാവുന്നില്ല ഗൈസ്. പപ്പ ഇലക്ട്രീഷ്യൻ ഇപ്പൊ അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് അതിന് സംഭവിച്ചത് എന്നുള്ളത്. പിന്നെ ഞങ്ങൾക്ക് ഇന്നത്തെ കൂട്ടാൻ എന്ന് പറഞ്ഞാല്, നന്നായി എൻ്റെ ഫോണിലെ ചാർജും കഴിഞ്ഞു. കൂട്ടാൻ എന്ന് പറഞ്ഞാല് കാബേജ് തോരൻ, ചിക്കൻ്റെ കുറച്ച് കറി ബാക്കി, പിന്നെ പനീർ കറി ഉണ്ടായിരുന്നു. അതിപ്പോൾ കാണാനില്ല, അതെവിടെയാ? അത് ഓവനിലുണ്ട്. പിന്നെ 4 തരം അച്ചാറുകളും ഉണ്ട് ഗൈസ്. കണ്ട, റൈസ് കുക്കറിൽ വെച്ചിരുന്ന റൈസായി. ഇപ്പം ഞാൻ വീണ്ടും വെള്ളത്തിലാക്കിയത് തിളപ്പിക്കാൻ വെച്ചേക്കാം. എന്താ പറ്റിയ പപ്പേ? പപ്പ ഓണാക്കിട്ടാ ചെയ്യുന്നത്. പപ്പ ഇലക്ട്രീഷ്യനാണ്. കിച്ചൺ നിറയെ ഞങ്ങൾക്ക് ഇപ്പോൾ ആൾക്കാരാണ് ഗൈസ്. ഇനി ഫ്രിഡ്ജിന്റെ ഉള്ളിൽ ഇതെല്ലാം ഇങ്ങനെ ഒതുക്കും എന്നുള്ള റിസർച്ചാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പപ്പ ബാർബിക്യൂനുള്ള ചിക്കൻ കഴുകിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. പിന്നെ നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട് ഗൈസ്. പിന്നെ മുത്തുണ്ണിക്കുള്ള ഫ്രഞ്ച് ഫ്രൈസ് വെച്ചിട്ടുണ്ട്. കുറച്ച് ചിക്കൻ കറി ബാക്കിയുണ്ടായിരുന്നു, അപ്പോൾ അതും ഞങ്ങൾ എടുത്തിട്ടുണ്ട് ഗൈസ്. ഇനി ഞാൻ ചോറുണ്ണാൻ പോവുകയാണ് ഗൈസ്. നിങ്ങളപ്പോൾ എല്ലാം പതുക്കെ കഴിഞ്ഞിട്ട് വായോ, ഞാൻ ഫുഡ് കഴിക്കട്ടെ. അതാ ഗൈസ്, ഞാൻ ഫുഡ് കഴിക്കാണ് ഗൈസ്. ഇവരെ എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്നും മറ്റും തൊട്ടാലൊക്കെ പോവും. അങ്ങനെ ഞാൻ ഒന്നും തൊടാനില്ല, ഞാൻ ഫുഡ് കഴിക്കാൻ പോവാം. അതെ, ഞാൻ ഒന്നും ചെയ്തില്ല ഗൈസ്. കാരണേ ഞാൻ കുറച്ച് ക്യാബേജ് എടുത്തു, അത് താഴെ പോയി. കുറച്ച് ചിക്കൻ ചാറ് എടുത്ത് ഇവിടെ കൊണ്ടുവരാൻ നോക്കി, അതും താഴെ പോയി. അപ്പൊ പിന്നെ ഞാനൊന്നും ചെയ്യുന്നില്ല. ഇനി ഞാൻ എന്തെങ്കിലും ചെയ്ത് ഇവർക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കണ്ട. അതാ എന്റെ പ്രിയതമയായ അമ്മ അല്ല, എന്റെ പ്രിയപ്പെട്ട അമ്മ എന്ത് ചെയ്യുന്നു? എന്തത് അമ്മേ? മാന്തലല്ലേ അമ്മേ? പറയൂ അമ്മേ. അപ്പൊ മാന്തല് ഫ്രഷല്ല, ഈ മീൻ ഫ്രഷ് അല്ല എന്നാണ് മമ്മി പറയണ കേട്ടോ. ഞണ്ട് മാത്രമാണ് അനങ്ങൊന്നുണ്ടായിരുന്നുള്ളൂ എന്നാണ് മമ്മി പറയണേ. അപ്പൊ അതേ മാന്തല് ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ പിന്നെ അതേ ഇവിടെ നമ്മളൊരു മീൻ തേച്ച് വെച്ചിട്ടുണ്ട് ഓൾറെഡി. പിന്നെ ഇതിന് മുഴുവൻ കണ്ട ചിക്കൻ നമ്മൾ മസാല ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ബാർബിക്യൂ ഉണ്ടാക്കണ്ടേ അല്ലേ? പണിയെടുത്ത ഒരു മുഖത്തൊന്നും എന്തൊരു സന്തോഷമില്ലാത്ത. പണിയെടുക്കുന്നവർക്ക് സന്തോഷം ഉണ്ടായെന്ന് പറയണം ഗൈസ്. ഞാൻ കുറെ നാളായാലും ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട്. അപ്പൊ അതിന്റെ ഒരു തംബ്നെയിൽ ഉണ്ടാക്കാനായിട്ടുള്ള സെറ്റപ്പാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണേ. മുത്തുണ്ണി എന്തുമായിട്ട് കൂലാന്തിഷിത എന്നിട്ട് അങ്ങനെ ഉണ്ട് പറയില്ലേ? പറഞ്ഞോന്ന് പറഞ്ഞത് അങ്ങനെ എന്തോ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഞങ്ങൾ തംബ്നെയിൽ നല്ല രീതിക്ക് ഇടുള്ളൂ ഈ വട്ടത്തെ വീഡിയോ എന്ന് വിചാരിച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ ആ വീഡിയോ ഒന്ന് വെറുതെ പോയി കണ്ടോട്ടോ. ഞാൻ ഭയങ്കര എഫേർട്ട് ഇട്ട് ചെയ്ത ഒരു വീഡിയോ ആണ് അത്. ഞാൻ അതിനൊരു അതല്ല, കുറച്ചും കൂടി ഞാൻ എഡിറ്റിങ്ങും അതൊക്കെ കുറച്ചും കൂടി ഞാൻ നന്നായിട്ട് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണത്. പിന്നെ അതിന്റെ പേരും ഞാൻ വേറൊരു നല്ല പേരിട്ടിട്ടുണ്ട്. പറയും മുത്തണ്ണി പറയും.
ഞാൻ തന്നെ പറയണം. പറയ് മുത്തുണ്ണി തന്നെയാണ് അതിന്റെ ഒരു ത്രെഡ് എനിക്ക് തന്നത്. മുത്തുണ്ണി ചായ വിത്ത് ചിന്നു അങ്ങനെ പറഞ്ഞിട്ടുള്ള സിസി ചായ വിത്ത് ചിന്നു എന്നാണ് ഞാൻ ആക്കിയേ. ചായ വിത്ത് ചിന്നു എന്ന് പറയുമ്പോ ഒരു ഹിന്ദി പേര് പോലെ. അപ്പൊ ഞാൻ ചായ വിത്ത് ചിന്നു അങ്ങനെ ഒരു ടൈറ്റിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി കണ്ടേക്കിട്ടാ മുത്തുണ്ണി. അപ്പൊ അതായത് നമ്മുടെ ചിക്കനും ഫിഷും ഒക്കെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മള് കുടകൾ തുറക്കാൻ വേണ്ടി പോവാണ്. എല്ലാവരും ഇതാ ഹുഡൊക്കെ ഇട്ടു, ഞാനും ഇട്ടു ഹുഡി, കാരണം കുറച്ചു നേരം കഴിഞ്ഞാലേ നല്ല തണുപ്പാവും. അപ്പൊ അതാ നമ്മുടെ ബാർബിക്യൂന് വേണ്ടിയിട്ടുള്ള തീ കൊളുത്താണ്. നമ്മൾ ഇങ്ങനത്തെ ഒരു സാധനത്തിലാണ് തീ കൊളുത്തി ഇതിൽ കനലാക്കിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഇടാട്ടാ. എടാ ഇതിനൊന്നും മാറുന്നില്ലടാ. ഓക്കെ, അപ്പൊ ഈ ഇതിലാണ് കേട്ടോ നമ്മള് ഗ്രില്ല് ചെയ്യാനായിട്ട് പോകുന്നേ. ഓക്കെ, അപ്പൊ വെയിലിനനുസരിച്ച് നമ്മുടെ കുട ഇപ്പോൾ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല വെയിലുണ്ട് കേട്ടോ, നല്ല തണുപ്പുണ്ട്, നല്ല വെയിലുണ്ട്. രണ്ടും കൂടിയുള്ള മിക്സ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. പുകയും വരുന്നുണ്ടല്ലോ ഗൈസ്. ആ സാധനം പെട്ടെന്ന് കത്തി പിടിക്കുന്നുണ്ടല്ലോ. അപ്പോ അത് നല്ല സാധനമായിരുന്നു. അപ്പൊ വേറൊരു ചോക്ക് പോലത്തെ ഒരു സാധനം അതിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, അതാണ് ഇത്ര പെട്ടെന്ന് കത്തി പിടിക്കുന്നത്. ഓക്കെ, അങ്ങനെ നമ്മള് കനലിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇട്ടു ഓക്കെ, കനലിട്ടു. ഇപ്പോഴത് കത്തുന്നുണ്ട് ചെറുതായിട്ട്. ഇത് ആയിട്ടില്ലായിരുന്നുടാ ഈ സൈഡ്. കുഴപ്പമില്ല, ആയിക്കോളും, കത്തിപ്പിടിച്ചോളും. അപ്പൊ ഇതിങ്ങനെ ശരിയാക്കിക്കൊണ്ടിരിക്കാനാണ് കേട്ടോ. എന്ത് ചെയ്യും, എല്ലാവരും എന്റെ കൈ തന്നെ എത്തണം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാനേ ഇതെല്ലാം നല്ല പുകയും വരുന്നുണ്ട്. ഇവിടെ അടുത്ത് നിക്കണ കാരണം കൊണ്ട് നല്ല സുഖമുണ്ട്, തണുപ്പ് അറിയുന്നില്ല. ഞാനത് കാരണം കൊണ്ട് കുട്ടിക്കിട്ട് വന്നേ. പക്ഷെ ഇതിന്റെ അടുത്ത് നിൽക്കുമ്പോ വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇപ്പൊ മുത്തുണ്ണി അടിക്കണ ഈ സ്പ്രേ ഉണ്ടല്ലോ, ഇതൊരു ബട്ടർ പേപ്പർ പോലെ പ്രവർത്തിക്കുന്ന ഒരു സ്പ്രേ ആണ്. അതായത് അതുമേ സ്റ്റിക്ക് ആവാതിരിക്കാൻ വേണ്ടി ഓയിലാണ് ശരിക്കും അത് സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കണേ. അപ്പോൾ അതും കൂടി അടച്ചിട്ട് ഞങ്ങൾ വെക്കാന്ന് വെച്ചില്ലെങ്കിൽ അത് മുഴുവൻ പിടിക്കും. അപ്പൊ നമ്മള് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് ഞാൻ ഗ്രില്ല് ചെയ്തെടുക്കാൻ പോവാട്ടോ. കൈ പൊള്ളിയാനപ്പന്നെ. ഓക്കെ, ഇനി ബാക്കി നമുക്ക് ഇവർക്കുള്ള ചിക്കൻ വെക്കാം. ഫിഷ് എനിക്കാണ് മെയിൻ ആയിട്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് ചിക്കൻ ഓക്കെ. അങ്ങനെ നമ്മളുടെ ഒരു സൈഡ് ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. അയ്യോ, അതിന്റെ അടിഭാഗം പിടിച്ചാ കോരാം. എന്റെ ഫിഷ് സൂക്ഷിക്കടാ. അത് കുലുങ്ങുന്നുണ്ട് കേട്ടോ. ഫുൾ കോൺസെൻട്രേഷൻ മോഡിൽ മുത്തുണ്ണി. എന്റെ ഫിഷ് പറ്റിയോ? തൊലി പോക്കോട്ടെ, ഇത് മാംസം കിട്ടുമോ? ഓയ്യോടോ, മറ്റേ ഇതിൽ ബോയിൽ പേപ്പർ പൊതിയേണ്ടി വരുമോ? അയ്യോ, എന്റെ ഫിഷിന്റെ മാംസല്ലേ പോയേ. രസമൊക്കെ ഉണ്ട്, പക്ഷേങ്കില് പണി പാളി. ഒയ്യോടാ, അതൊക്കെ പോയി. അതടി പിടിച്ചു. ബോയിലിംഗ് പേപ്പറിൽ ചുറ്റേണ്ടതായിരുന്നു തോന്നാ. ബട്ടർ പേപ്പറിൽ ചുറ്റാം. അതെ, അപ്പൊ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. കനൽ കുറച്ച് സെറ്റ് ആവാൻ ഇത്തിരി പാടുണ്ട്. എന്നാലും ഞാൻ പിന്നെ ഒരു സോസ് എക്സ്ട്രാ ഉണ്ടാക്കി. ടൊമാറ്റോ, ചില്ലി ഫ്ലേക്സും പിന്നെ എന്താ സബോള, കുറച്ച് സോയ സോസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു സ്പെഷ്യൽ കൂട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങോട്ട് പറയും, അടിപൊളിയാണ്. സെൽഫ് പ്രൊമോഷൻ നടത്തുന്നുണ്ട് ഇവിടെ ചിലത്. തണുപ്പുണ്ട്, അടുത്ത അമ്മേന്റെ തണുപ്പുണ്ട് തുടങ്ങുന്നത്. ചീത്ത പറഞ്ഞ് ഇടിപ്പിച്ചതാ കുട്ടി. ഇപ്പൊ ചീത്ത പറഞ്ഞ് ഇടിപ്പിച്ചു.
വീശലുണ്ടല്ലോ. അപ്പൊ ഞങ്ങളിത് കഴിക്കട്ടെ കേട്ടോ guys. മീൻ നമ്മളെ ചതിച്ചു. മീൻ ഗ്രില്ല് ചെയ്യാൻ പോയപ്പോ അതാകെ മൊത്തം ഇളകി പറഞ്ഞ ഗ്രില്ലും ഇരുന്നു. ഇപ്പൊ എന്തെന്നാ അങ്ങനെ ഫ്രൈ ആയിട്ടുണ്ടോന്ന് വെച്ചാൽ അങ്ങനെ ചുട്ടെടുത്ത പോലെ ഒന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം ഞങ്ങളൊരു ഫോയിൽ പേപ്പറിലാക്കിയിട്ടാണ് അവസാനം ചൂടാനായിട്ട് വെച്ചേ. കൊതി വരുന്നുണ്ട്, വായിൽ വെള്ളം വരുന്നു. അപ്പം ഞാൻ എന്തായാലും ഇത് കൂട്ടിയിട്ട് കഴിക്കാം. ഞാനൊരു ചട്നി ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, അപ്പം അത് കൂട്ടിയിട്ട് കഴിച്ചോക്കട്ടെ കേട്ടോ. അത് കൂട്ടി കഴിക്കുമ്പോൾ സീനില്ല. മറ്റേത് മസാലയൊക്കെ അതിൻ്റെ ഉള്ളിൽ പിടിച്ചിരിക്കണ കാരണം കൊണ്ട് ആ ഒരു ടേസ്റ്റ് കിട്ടുന്നുണ്ടല്ലേ. ഇത് കൂട്ടി കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അങ്ങനെതാ ആളൊഴിഞ്ഞ പൂരപ്പറമ്പ് പോലെ ആയിട്ടുണ്ട്. നമ്മൾ നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ഞങ്ങൾ കുറേ പഴയ കാര്യങ്ങളും ഇതൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. മുത്തുണ്ണിക്ക് ഞങ്ങളുടെ പഴയ കാല കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇരിക്കുകയായിരുന്നു. ഇനി നമ്മൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കാം അല്ലേ മുത്ത? എന്നിട്ട് നമുക്ക് അടുത്ത വ്ളോഗിൽ കാണുന്നത് വരെ ബൈ.